നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗണാർ. എല്ലാവർക്കും അറിയാൻ സാധിക്കും, 2013-14 കാലഘട്ടങ്ങളിലുള്ള വാഗണാറിൽ നമ്മളൊരു DRL ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് പൊതുവേ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു ടൈപ്പ് DRL ആണ്. അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്തും ഓടിങ് വരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയേക്കാം. വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ 2 സ്ട്രിപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സംഗതി. അപ്പോൾ ഈ സ്ട്രിപ്പിനകത്താണ് നമ്മുടെ കഥ മുഴുവൻ ഇരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും 2 പോസിറ്റീവ് വരുന്നുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഇൻഡിക്കേറ്ററിലോട്ടും ഒന്ന് നമ്മുടെ പാർക്കിലോട്ട് വരുന്നതും ആ DRLൻ്റെ കണക്ഷൻ അത് ഏതിൽ വേണം നമുക്ക് കൊടുക്കാം. ACC കൊടുക്കണമെന്നുണ്ടെങ്കിൽ ACC കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അതായത് ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് ഫിറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊന്ന് വെച്ച് നോക്കുക. ഈ കിട്ടുന്ന ലൈറ്റ് നമുക്ക് എങ്ങനെ വെച്ചാൽ ഓക്കെ ആയിരിക്കും എന്നുള്ള ജസ്റ്റ് നോക്കുക. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ഭാഗം, അതായത് എല്ലാവർക്കും കാണാൻ സാധിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊരു വൈറ്റ് ലൈൻ പോകുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. ഈ ഒരു സൈഡ് ഫ്രീ ആണ്. ഈ സൈഡ് എപ്പോഴും ഔട്ടർ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം. അതായത് ഞാനിതിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഔട്ടല്ല വരുന്നത്, ഇത് ഇൻസൈഡ് വരും. ഇത് ഇൻസൈഡ് പോകും. ഈ ഒരു പോർഷൻ അകത്ത് പോയി കഴിഞ്ഞാൽ വെട്ടം അകത്തേ കിട്ടത്തുള്ളൂ. അന്നേരം നമ്മൾ അടുത്ത് വന്ന് എടുത്ത് നോക്കണം. ഞാൻ തൽക്കാലം തിരിച്ചതുപോലെ വെക്കുകയാണ്. ഇത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഇൻസൈഡ് തന്നെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഔട്ട്സൈഡാണ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗം പുറത്ത് നിൽക്കണം. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രകാശം ഇതിലെ നമുക്ക് പുറത്തോട്ട് കിട്ടും. ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് എല്ലാവരും ഒരു ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്ററിയിലോട്ട് ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. സിമ്പിളാണ്, പോസിറ്റീവും നെഗറ്റീവും. അതായത് ഈ ലൈൻസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലിപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കാണാം, ഒരു റെഡ് കാണാം, പിന്നെ ഒരു യെല്ലോ കാണാം. റെഡ് എപ്പോഴും പോസിറ്റീവ് വരുന്നുണ്ട്, അതായത് ACCയുടെ ഔട്ട്. ബ്ലാക്ക് വരുന്ന കോമൺ നെഗറ്റീവാണ്, യെല്ലോ വരുന്ന നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ബമ്പർ ഒരു അല്പം ഒന്ന് ഫ്രണ്ടിലോട്ടും നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കോട്ട് നമുക്ക് ഈ ലൈറ്റ് കയറ്റാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാം. ഞാൻ ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ബമ്പറിനെ ഒന്ന് അയക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് ഞാൻ ഈ യൂണിറ്റ് മേളിൽ വരുന്ന രീതിക്ക്, അതായത് ഇവിടെ വരുന്ന രീതിക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം ബമ്പർ ഞാനൊന്ന് ലൂസാക്കുന്നത് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞു. ഈ സൈഡ് ഒന്ന് അഴിച്ചു, ഈ സൈഡും കൊണ്ട് അഴിച്ച് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കോട്ടാണ് ഇതൊന്ന് കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്, ഒരു ക്ലോസിങ് വരുന്നുണ്ട്. ഈ ഒരു ക്ലോസിങ് ഞാൻ താഴോട്ട് നിൽക്കുന്ന രീതിക്ക് ഇതിനകത്തോട്ട് കയറ്റിയാണ് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഞാൻ പൊളിച്ച് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ഒട്ടിക്കാം ആദ്യം. ഓക്കെ, നമ്മൾ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ പതുക്കെ പറിച്ച് ഇതുപോലെ ആ ഗ്ലാസിൻ്റെ പുറത്തോട്ട് ഒത്തിരി കയറി പോകാത്ത രീതിയിൽ ഒട്ടിച്ചൊട്ടിങ്ങ് പോരുക. ഇതിപ്പോൾ എല്ലാവരും കാണാൻ സാധിക്കുക, നീല അതിൻ്റെ സ്റ്റിക്കറിൻ്റെ കവറാണ്. അത് ഞാൻ ഒന്നിച്ച് പറിച്ച് വെച്ചിട്ട് അങ്ങ് ഒട്ടിക്കാൻ നിൽക്കല്ല. ഈ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഫുള്ളൊരു നല്ല തുണി കൊണ്ട് തുടച്ച് നീറ്റാക്കിക്കൊണ്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ഇതിങ്ങനെ പോരണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ സൈഡ് വരെ നന്നായിട്ട് ഒട്ടിച്ചു. ഇതിൻ്റെ യൂണിറ്റ് ഞാൻ ഈ ഒരു ഗ്യാപ്പ് വഴി, എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഗ്യാപ്പ് വഴി ഇങ്ങോട്ട് എടുത്തു. ആ യൂണിറ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ യൂണിറ്റ് ഞാൻ ഇവിടെ ഒന്ന് ടാഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ മേളിൽ ഞാനൊന്ന് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളും, വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനൊക്കെ ഇങ്ങോട്ട് എടുത്തു, ടാഗ് ചെയ്തു. ഞാൻ ഇപ്പോൾ എല്ലാവരും കാണിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ ഇൻഡിക്കേറ്റർ അഴിച്ചു. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇതൊന്ന് കണക്ട് ചെയ്യാം. ഈ യെല്ലോ ആണ് നമ്മുടെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു വയർ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വയർ ക്രിമ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ഈ ലൈനിങ് എടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ടൂളിൻ്റെ ഇതെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ സാധനം. ഓക്കെ, ആ ലൈൻ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ യെല്ലോ ലൈൻ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അതും ഞാനിട്ടു. ഇനി ഇവനെ പതുക്കെ നമ്മൾ ക്രിമ്പ് ചെയ്യാണ്. ഒരു പ്ലെയർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ക്രിമ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക എല്ലാം സെറ്റാണോ എന്ന്. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ലൈൻ നമ്മുടെ റെഡ് ലൈനാണ്. ഈ ചുമല ലൈൻ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ചുമല ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ പാർക്ക് ഇടുന്ന സമയത്ത് കത്തുന്ന രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഈ പാർക്കിൻ്റെ ലൈൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇതിനകത്താണ് പാർക്കിൻ്റെ ലൈൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈനിലോട്ട് നമ്മളിപ്പോൾ അത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എന്ന് ഉദ്ദേശിച്ചാൽ ഇതിൻ്റെ കവറിങ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാനത് ഊരിങ്ങെടുക്കുക. ഓക്കെ, അവിടെയും ഞാൻ ഈ കണക്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വയറൊന്ന്
സ്ലീവ് ചെയ്യിക്കുകയാണ്. അപ്പം നമുക്കിനിയിപ്പം ഈ പറഞ്ഞ പോലെ ഈ ലൈൻ ഞാനിതിൽ കണക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ക്രിമ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ അതും സെറ്റായി. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് മടക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ടേപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ടേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിപ്പോൾ വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഒരു വയർ ലൂപ്പ് ചെയ്യുന്ന ആരും അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ പാർക്കിൻ്റെ ഈ ലൈറ്റിലോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്ത് അതും ലോക്കിലോട്ട് ഇടുകയാണ്. അതും ലോക്ക് വീണു. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കി. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡേ ലൈറ്റും ഓക്കെ ആയിരുന്നു. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലും കൂടി ഇതേ സെയിം രീതി, അതായത് ഞാൻ ഈ കാണിച്ച സെയിം രീതി, എർത്ത് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ബോഡി എർത്ത് എവിടെയെങ്കിലും നമ്മളൊരു എർത്ത് പോയിന്റ് നോക്കിയിട്ട് അവിടെ കണക്ട് ചെയ്താൽ മതി. ഞാൻ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ ഈ ലൈനിലോട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എർത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് കണക്ട് ചെയ്യുക. ഞാൻ ആ സൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓടി വരാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇതിൽ രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും ഫിറ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണായി ഒന്ന് കാണാം. ഒന്നിട്ട് പാർക്ക്. ഓക്കെ, ആദ്യം പാർക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡി ആർ കണക്ഷൻ കൊടുത്തിരിക്കുന്ന പാർക്കിലാണ്. ഇൻഡിക്കേറ്റർ ഒന്നിടാവോ? ഹസാർഡ്, യെസ്, 4 ഇൻഡിക്കേറ്റേഴ്സും എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പം നമുക്കിതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു. സിമ്പിളാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ രീതിയിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തിരിച്ചിട്ട് അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ മുറുക്കി സെറ്റാക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബോണറ്റും കൂടെ ഒന്ന് അടച്ച് ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് ഓടി വരുമ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും നമ്മുടെ ഇതിൽ DRLെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരുന്ന സമയത്ത് എല്ലാവരും കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് ഒരു രാത്രി ഈ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നതായിരിക്കും. ഏതായാലും നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.